എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റിൻ്റെ പേപ്പർ വാല്യുവേഷൻ നാളെ മുതൽ, അതായത് ഏപ്രിൽ 16-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ +1ൻ്റെയും +2ൻ്റെയും വാല്യുവേഷനൊക്കെ ഒരുമിച്ചിട്ടാണ് നടക്കുക. ഒരുമിച്ചിട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് അധ്യാപകർ +1ൻ്റെയും അതുപോലെ കുറച്ച് അധ്യാപകർ +2ൻ്റെയും ഈ ഒരു രീതിയിലാണ് ഈ ഒരു വാല്യുവേഷൻ നടത്തപ്പെടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഏകദേശം വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും +1 +2ൻ്റേത് ടോട്ടലായിട്ട് അതായത് എല്ലാ വിദ്യാർത്ഥികളെയും ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വാല്യുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ +1 +2 വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റിൻ്റേതാണ് പേപ്പർ വാല്യുവേഷൻ നടക്കുക. ആദ്യം +1ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെയും അതിനുശേഷമായിരിക്കും +1 പബ്ലിക് എക്സാമിനേഷൻ്റെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ വാല്യുവേഷൻ ഏകദേശം എല്ലാം പെട്ടെന്ന് തന്നെ നടക്കും. എന്നാൽ റിസൾട്ട് വരുന്ന സമയത്ത് ആദ്യം +1ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെയാണ് വരിക. അതിനുശേഷം +2ൻ്റെ റിസൾട്ടാണ് വരിക. അതിനുശേഷം +1 പബ്ലിക് എക്സാമിനേഷൻ, അതായത് ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇതിന് ശേഷമാണ് വരിക. അപ്പോൾ ഏകദേശം ഒരു മെയ് 10-ാം തീയതിയോടൊക്കെ +1ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഏകദേശം ഒരു മെയ് 15 മുതൽ 20-ാം തീയതി ഈ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ +2 റിസൾട്ടും ഏകദേശം മെയ് ലാസ്റ്റ് തൊട്ട് നിങ്ങളുടെ +1 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആൻസർ പേപ്പർ വാല്യുവേഷൻ ലിബറലായിട്ടാണ് സാധാരണ ഇതിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് ആൻസർ കീ നോക്കിയിട്ടാണ് വാല്യുവേഷൻ ചെയ്യുക. നിലവിൽ ആൻസർ കീ HSC പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആൻസർ കീ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ആൻസർ കീയിൽ ഓരോ ക്വസ്റ്റ്യനും ഇത്ര മാർക്ക്, ഇന്ന പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് എത്ര മാർക്കാണ് ഓരോ പോയിൻറ്റ്സിനും ആ ഒരു പോയിൻറ്റ്സ് ആൻസർ കീയിൽ പറഞ്ഞ പോയിൻറ്റ്സ് നിങ്ങളുടെ ഉത്തരത്തിൽ ഉണ്ട് എങ്കിൽ, അതായത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു മാർക്ക് നൽകുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമായിരുന്നു, അതായത് +1ന് എനിക്ക് ഡബിൾ പാസ് ഉണ്ട്, അല്ലെങ്കിൽ +2ന് എനിക്ക് ഡബിൾ പാസ് മാർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഷീറ്റിൽ ഉണ്ടാവുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് +2 വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നിങ്ങളുടെ റിസൾട്ട് വരുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു +1ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ടാണ്. അതിനുശേഷമാണ് +2 റിസൾട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു +1ൻ്റെ ഈ ഒരു പരീക്ഷയിൽ ലഭിച്ച റിസൾട്ടാണോ കൂടുതൽ, അല്ലെങ്കിൽ +1ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കാണോ കൂടുതൽ, ഏതാണ് കൂടുതൽ, ആ ഒരു കൂടിയ മാർക്കായിരിക്കും നിങ്ങളുടെ ഈ ഒരു +1ൻ്റെ റിസൾട്ടിൽ ഉണ്ടാവുക. അതായത് +2ൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ എങ്ങനെയാണ് ഡബിൾ പാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ +2നെ ജയിക്കുക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതായത് ഇവിടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം എടുക്കാം. കമ്പ്യൂട്ടർ സയൻസിൽ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 36 മാർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 36 മാർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 36 മാർക്ക് എന്ന് വെച്ചാൽ ഡബിൾ പാസ് മാർക്കാണ്. എന്നാൽ ഇവിടെ സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് നോക്കുന്ന സമയത്ത് 11 മാർക്ക് കിട്ടിയുള്ളൂ. അതായത് സെക്കൻഡ് ഇയറിൽ ജയിക്കാൻ വേണ്ട മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ ഡബിൾ പാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു +2 ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് നിങ്ങളുടെ ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്കും അതുപോലെ ഗ്രേസ് മാർക്ക് ഉള്ളവരാണെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ നോക്കിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ സയൻസിനെ നോക്കുമ്പോൾ 36-ഉം 11-ഉം 47 മാർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾക്കറിയാം 36 മാർക്ക്, അതായത് 60 മാർക്ക് സബ്ജക്റ്റ് ആയതുകൊണ്ട് 36 മാർക്ക് ജയിക്കാൻ വേണ്ടു. എന്നാൽ ഇവിടെ ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്ക്, അതായത് പരീക്ഷയുടെ മാർക്ക് നോക്കുമ്പോൾ 47 മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് ജയിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു +2ന് മാർക്ക് ഇവിടെ ജയിക്കാൻ വേണ്ട 18 മാർക്ക് ഇല്ല എങ്കിൽ കൂടി +1ൻ്റെ ഉൾപ്പെടെ, അതായത് +1ൻ്റെയും അതുപോലെ തന്നെ +2ൻ്റെയും ടോട്ടലായിട്ടുള്ള മാർക്ക് കൂട്ടുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 36, അതുപോലെ 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷം കൂടി TE മാർക്ക് ഇനത്തിൽ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ
കൂട്ടുന്ന സമയത്ത് 48 മാർക്കോ കിട്ടിയാൽ മതി. ഇനി നമുക്ക് 80 മാർക്ക് സബ്ജക്റ്റിൻ്റെ കാര്യം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നോക്കാം +1 ഇവിടെ 16 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അതായത് +1 ഏകദേശം ആ ഒരു വിദ്യാർത്ഥിക്ക് 8 മാർക്കിൻ്റെ കുറവ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഗ്രേസ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരീക്ഷയിൽ അടുത്ത +2ൻ്റെ മാർക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും +2 പരീക്ഷയിൽ 50 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ആ ഒരു വിദ്യാർത്ഥിക്ക് +1 മാർക്ക് കുറവാണെങ്കിൽ കൂടി ആ ഒരു വിദ്യാർത്ഥിയുടെ ടോട്ടൽ മാർക്ക് നോക്കുമ്പോൾ, അതായത് +1ൻ്റെയും +2ൻ്റെയും ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്കോ അതല്ലെങ്കിൽ TE മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷം കൂടി, അതായത് 24 × 2 ടോട്ടൽ 48 മാർക്ക് കിട്ടിയാൽ മതി. അതുപോലെ 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ 18 × 2 36 മാർക്ക് കിട്ടിയാൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 36 അല്ലെങ്കിൽ 48 മാർക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇംഗ്ലീഷിന് 16 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ +2 നോക്കുന്ന സമയത്ത് 50 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടലായിട്ട് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ +1 ഫെയിൽഡ് ആണോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. എന്നിരുന്നാലും ടോട്ടലായിട്ട് ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 66. അതായത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ 80 മാർക്ക് സബ്ജക്റ്റാണ്. 80-ൽ 2 വർഷം കൂടി 48 മാർക്കാണ് ജയിക്കാൻ വേണ്ടതെങ്കിൽ കൂടി ഇവിടെ 66 മാർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി ജയിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് കിട്ടുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക്, അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡബിൾ പാസ് മാർക്ക് +1 അല്ലെങ്കിൽ +1 മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് +2 ലഭിക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികൾ ഗ്രാൻഡ് ടോട്ടൽ നോക്കുന്ന സമയത്ത്, അത് ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്കാണ് +1 +2 ഓവറോൾ നോക്കുക ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് TE മാർക്കിനത്തിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് നോക്കുക. അപ്പോൾ +1 +2 TE മാർക്കോ, അതായത് പരീക്ഷയുടെ മാർക്കോ അതല്ലെങ്കിൽ പരീക്ഷയുടെയും ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ടോട്ടൽ കൂട്ടുമ്പോൾ കിട്ടുന്ന മാർക്കോ 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷം കൂടി 36, 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷം കൂടി 48 മാർക്കും കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികൾ പരീക്ഷ ജയിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് +1 +2ൻ്റേത് ഡബിൾ വാല്യുവേഷൻ ആണോ എന്നുള്ളത്. +1 ഡബിൾ വാല്യുവേഷൻ ഇല്ല, +2 മാത്രമേ ഉള്ളൂ. അതും +2 എല്ലാ സബ്ജക്റ്റിനും എല്ലാ ഗ്രൂപ്പുകാർക്കും ഇല്ല. +2 ഈ ഒരു സയൻസ് വിഭാഗത്തിലെ ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് ഈ ഒരു 3 സബ്ജക്റ്റുകൾക്ക് മാത്രമേ ഡബിൾ വാല്യുവേഷൻ ഉള്ളൂ. +1ൻ്റേതിന് ഈ ഒരു ഡബിൾ വാല്യുവേഷൻ ഇല്ല. കാരണം എന്തുകൊണ്ടാണ് +2ൻ്റേത് ഡബിൾ വാല്യുവേഷൻ എന്ന് ചോദിച്ചാൽ, കീമിൻ്റെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് +2 സെക്കൻഡ് ഇയറിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്ക് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിൽ ഡബിൾ വാല്യുവേഷൻ നടത്തുന്നത്. ഡബിൾ വാല്യുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒരു തവണ ഒരു ടീച്ചർ വാല്യുവേഷൻ ചെയ്യും. അങ്ങനെ വാല്യുവേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു മാർക്ക്, അതായത് ടീച്ചർ ഇട്ട മാർക്ക് വെബ്സൈറ്റിൽ, അതായത് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ആൻസർ ഷീറ്റ് വീണ്ടും മറ്റൊരു ടീച്ചർ കൂടി വാല്യുവേഷൻ ചെയ്യും. അങ്ങനെ വാല്യുവേഷൻ ചെയ്തിട്ട് ഈ ഒരു ടീച്ചർ വാല്യുവേഷൻ ചെയ്തിട്ടുള്ള മാർക്കുകൾ തമ്മിൽ ഈ ഒരു ആകെ മാർക്ക്, അതായത് 60 മാർക്ക് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 10% ആയിട്ടുള്ള 6 മാർക്ക് കൂടുകയോ കുറയുകയോ ചെയ്യുക. അതായത് 6ൽ കൂടുതലോ മാർക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് 6 മാർക്ക്, അതായത് ആദ്യത്തെ ടീച്ചർ നൽകിയ മാർക്കും രണ്ടാമത് വാല്യുവേഷൻ ചെയ്ത ടീച്ചർ നൽകിയ മാർക്കും തമ്മിൽ ഈ ഒരു 10%, അതായത് 60 മാർക്ക് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ 6 മാർക്കിൻ്റെ വ്യത്യാസം, അതായത് 6 അതിൽ കൂടുതലോ മാർക്കിൻ്റെ വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് മൂന്നാമതായിട്ട് മറ്റൊരു ടീച്ചർ വാല്യുവേഷൻ ചെയ്യും. മൂന്നാമതായിട്ട് ഈ ഒരു വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചർ നൽകുന്ന മാർക്ക് എത്രയാണോ അതാണ് നിങ്ങളുടെ മാർക്കായിട്ട് നൽകുക. ഇനി അതേസമയം നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്ത ടീച്ചർ നൽകിയ മാർക്കുകൾ തമ്മിൽ 5 മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് ടീച്ചറാണോ നൽകിയത് ആ ഒരു മാർക്കാണ് നിങ്ങളുടെ മാർക്കായിട്ട് നൽകുക. അപ്പോൾ ഈ രീതിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയ്ക്കാണ് ഡബിൾ വാല്യുവേഷൻ. ഒരു ഡബിൾ വാല്യുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ +2ൻ്റെ സബ്ജക്റ്റുകൾ യാതൊരു കാരണവശാലും റീവാല്യുവേഷൻ അപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങൾക്ക് +1 സബ്ജക്റ്റ് റീവാല്യുവേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് +2 എല്ലാവരെയും ജയിപ്പിക്കുമോ എന്നുള്ളത്. +2 ഗ്രേസ് മാർക്ക് ഉണ്ട് എങ്കിൽ സാധാരണത്തിൽ വിദ്യാർത്ഥികൾ ജയിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, റിസൾട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ C+ അല്ലെങ്കിൽ CO അല്ലെങ്കിൽ D+ ഒക്കെയാണ് ഗ്രേഡ് കിട്ടുക എന്ന് വിചാരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു 3 ഗ്രേഡുകളിൽ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ തോൽക്കാനുള്ള സാധ്യത ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഗ്രാൻഡ് ടോട്ടൽ നോക്കേണ്ടതാണ്. ഗ്രാൻഡ് ടോട്ടലിൽ നിങ്ങൾക്ക് 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷം കൂടി നിങ്ങൾക്ക് 36 ഇവിടെ ഗ്രാൻഡ് ടോട്ടലിൽ TE മാർക്കായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക.
അതുപോലെ 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ 48 മാർക്ക് TE മാർക്കിനത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടാതെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഗ്രേഡ് C+ഓ CO അല്ലെങ്കിൽ D+ ഒക്കെ കിട്ടിയിരിക്കാം. എന്നാൽ TE മാർക്കോ അല്ലെങ്കിൽ TE മാർക്കും ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് 60 മാർക്ക് സബ്ജക്റ്റിൽ 36ഉം 80 മാർക്ക് സബ്ജക്റ്റിൽ 48ഉം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തോൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തോറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഇതേപോലെ പാസ്സായിട്ടുണ്ടെങ്കിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നും പാസ്സായിട്ടില്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. തോറ്റിട്ടുണ്ടെങ്കിൽ ചുവപ്പ് കളറിലാണ് ഉണ്ടാവുക, ജയിച്ചിട്ടുണ്ടെങ്കിൽ പച്ച കളറിലാണ് ഇവിടെ കാണുക. അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് തോറ്റത് എന്നുള്ളത് കൃത്യമായിട്ട് ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്കും അതുപോലെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ 60 മാർക്ക് സബ്ജക്റ്റിൽ 36ഉം 80 മാർക്ക് സബ്ജക്റ്റിൽ 48ഉം ഗ്രാൻഡ് ടോട്ടൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി കൃത്യമായിട്ട് അങ്ങനെ കിട്ടാത്ത സബ്ജക്റ്റുകളൊക്കെ +2വിൻ്റെ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റിൻ്റെ പേപ്പർ വാല്യുവേഷൻ ഈ ഒരു ഏപ്രിൽ 16 അതായത് നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ 1 മാർക്കിനൊക്കെ നിങ്ങൾ ഫെയിൽഡ് ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ +2വിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കൂടി അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം റീവാലുവേഷൻ അപേക്ഷിക്കുന്ന എല്ലാവർക്കും മാർക്ക് വ്യത്യാസപ്പെടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമേ ഉള്ളൂ. +2 റിസൾട്ട് വന്ന ശേഷം ജയിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ പിന്നീട് ആവശ്യമെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. അതേസമയം തോക്കുകയാണെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടോ അതിൻ്റെയൊക്കെ +2 പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്ത് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുകയും ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.